പൂച്ച അവിടെ ഇല്ല എന്നുള്ളതാണ് തോന്നുന്നു. സാറേ കണ്ടോ? പൂച്ചയെ കണ്ടോ? പൂച്ച അങ്ങോട്ട് ഓടി. നമ്മളാ 2 സ്ഥലത്ത് കയറിയാലും ചെയ്യാൻ പറ്റും. പൂച്ചയെ കണ്ടോ? പൂച്ചയെ കണ്ടോ? പൂച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. ഒരാൾ ആ ഗ്യാപ്പിൽ ഇറങ്ങണം, ഒരാൾ അങ്ങോട്ട് ഇറങ്ങണം. നിൽക്കാൻ സൗകര്യം അങ്ങോട്ട് നിൽക്കണോ? ഈ വണ്ടി പൂച്ചയെ കണ്ടായിരുന്നു. ഉണ്ട്, പല സൈഡിലുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല ഓടുമോ? അതിന് പൂച്ചയെ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. പൂച്ചയെ കണ്ടു. ഇനിയിപ്പോൾ ഇതിന്റെ ലൈൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ റെയിൽവേ പാളം, ഈ പാളം വൈദ്യുതി കട്ടുവിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി പ്രവാഹമുള്ളതിനാൽ ആ വൈദ്യുതി ഉൾപ്പെടെ എല്ലാം നിർത്തേണ്ടി വരും. ആ വൈദ്യുതി പ്രവാഹമൊക്കെ മാറ്റിയ ശേഷമായിരിക്കും, നിർത്തിവെച്ച ശേഷമായിരിക്കും പൂച്ചയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുക. എന്തായാലും പൂച്ചയുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നു. പൂച്ചയുണ്ട്, പൂച്ചയെ കണ്ടു. കണ്ടപ്പോൾ തന്നെ പൂച്ച പെട്ടെന്ന് മറ്റു സ്ഥലത്തേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വൈദ്യുതി പ്രവാഹം മാറ്റിയ ശേഷം സാറേ ഇനി എന്താ ഞാൻ മനസ്സിലല്ലോ. അപ്പോഴേ ഈ സാധനം അവിടെ ഇടണം, ആ സെന്ററിലോട്ട് പോകാം. സാറേ ഇനി എന്ത് ചെയ്യാനാ സേഫ്? എന്തായാലും ഇനിയിപ്പോൾ മുകളിലേക്ക് വീണ്ടും അവർ ക്രെയിൻ ഉയർത്തി മുകളിലേക്ക് വീണ്ടും പോവുകയാണ്. നേരത്തെ സെറ്റ് ചെയ്ത സംവിധാനങ്ങളെല്ലാം അപ്പുറത്തേക്ക് മാറ്റി സെറ്റ് ചെയ്യണം. സംഗതി ആ പൂച്ചയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണെങ്കിലും പൂച്ച പക്ഷേ ഈ സന്നാഹങ്ങളെല്ലാം കൂടി കണ്ട് ഭയന്ന് മറ്റൊരിടത്തേക്ക് ഓടി. സ്വാഭാവികമാണ്. അപ്പോൾ ഇനി അപ്പുറത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികം അത് ഇങ്ങോട്ട് ഓടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പൊല്ലാപ്പാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അതിനെ താഴിറക്കി വെക്കൂ എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് റെസ്ക്യൂ ടീം ഉള്ളതല്ലേ? തീർച്ചയായും ഇന്ന് തന്നെ അതിനെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത്. ഈ പൂച്ചയോട് തന്നെ ചെറിയ പൂച്ചയാണ്. അത് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ പൂച്ച നിൽക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും ചെല്ലണം. അതിനെ പിടികൂടുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഈ കൊച്ചി മെട്രോ തൂണിൻ്റെ മുകളിലേക്ക് കയറാനും പാടില്ല. കാരണം അവിടെയും നിരവധിയായ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് അവിടെ റെയിൽവേ പാളമുണ്ട്, വൈദ്യുതി പ്രവാഹമുള്ള പാലമാണ്. അതുൾപ്പെടെയൊക്കെ ഇനി നിർത്തി കുറച്ച് സമയത്തേക്ക് മെട്രോ ഒക്കെ നിർത്തി വയ്ക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥർ വീണ്ടും ക്രെയിൻ ഉയർത്തി ഉദ്യോഗസ്ഥർ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഇപ്പോൾ പൂച്ചയെ പിടിക്കാനുള്ള ശ്രമം വീണ്ടും അവർ വേറെ ഏതെങ്കിലും രീതിയിൽ മാർഗം ഉപയോഗിച്ചുകൊണ്ട് പൂച്ചയെ പിടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യമാണ് അവർ പരിശോധിക്കുന്നത്. എന്തായാലും വല വിരിച്ചിട്ടുണ്ട്. പൂച്ചയെ എനിക്ക് തോന്നുന്നു പൂച്ചയെ പിടികൂടുമ്പോൾ അത് താഴേക്ക് ചാടിയാൽ പോലും അതിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ താഴെ വലയും വിരിക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ ഒന്നുകൂടെ മെട്രോ കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടത്തുകയാണ്. അതിനുശേഷം താഴെ വലയും വിരിച്ചിട്ടുണ്ട്. എന്തായാലും പൂച്ചയെ ഇന്ന് തന്നെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പൂച്ച, അത് ആ പൂച്ചയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തായാലും പേടിക്കേണ്ടതില്ല. നല്ല ആരോഗ്യമുണ്ട്. കണ്ടപ്പോൾ തന്നെ നല്ല സ്പീഡിൽ ഓടിപ്പോയി. ആരോഗ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്തായാലും നല്ല ആരോഗ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവരെ കണ്ടപ്പോൾ തന്നെ പൂച്ച നല്ല രീതിയിൽ വേഗത്തിൽ ഓടിപ്പോയി എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൂച്ചയ്ക്ക് വേറെ ആരോഗ്യ പ്രശ്നമില്ല. ഇനി അതിനെ താഴേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉദ്യമമായ കാര്യം. അതിനുവേണ്ടി ഇപ്പോൾ വീണ്ടും ഒരു ശ്രമം കൂടി നടത്തുകയാണ്. എന്തായാലും പൂച്ചയെ കണ്ടെത്തി. ഇന്നലെ കണ്ട പൂച്ചയെ പിന്നെ ഈ കഴിഞ്ഞ ഒരു ദിവസമായി കാണാനില്ല എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പൂച്ച താഴേക്ക് ഇറങ്ങി പോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും പൂച്ച ആരോഗ്യത്തിലുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. ഇനി അതിനെ യാതൊരു പ്രശ്നവും കൂടാതെ അതേ ആരോഗ്യത്തിൽ തന്നെ താഴേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉദ്യമമായ കാര്യം. അതിനുവേണ്ടിയുള്ള ഇപ്പോൾ നീക്കം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്രെയിൻ ഉയർത്തി ഉദ്യോഗസ്ഥർ മുകളിലേക്ക്, ഈ കൊച്ചി മെട്രോയുടെ തൂണിന് മുകളിലേക്ക് ഇപ്പോൾ വീണ്ടും എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പൂച്ച ആ ഭാഗത്തേക്കാണ് പൂച്ച ഓടിപ്പോയത്. അവർ ഇപ്പുറഭാഗത്തായിരുന്നു ആദ്യം മുകളിൽ ചെന്നത്. അപ്പോഴത്തേക്കും പൂച്ച അപ്പുറഭാഗത്തേക്ക് ഓടിപ്പോയി. ഇനിയിപ്പോൾ അവിടെ ചെന്ന് പൂച്ച പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. നേരത്തെ ഇവിടെ നിന്ന ഒരാൾ പറഞ്ഞ പോലെ തന്നെ പൂച്ച മനുഷ്യരെ കാണുമ്പോൾ പരിചയമില്ലെങ്കിൽ പെട്ടെന്ന് ഓടി മറിയും. അതിനെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. പക്ഷേ മറ്റു വഴികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ പൂച്ചയെ പിടിക്കാനുള്ള ഒരു ഉദ്യമം വീണ്ടും നടത്തുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ വീണ്ടും മുകളിലേക്ക് ചെന്നിട്ടുണ്ട്.
പൂച്ചയെ പിടികൂടാൻ കഴിയും, അല്പസമയത്തിനും തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു ഒരു പ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും വാഹനഗതാഗതമൊക്കെ പൂർണ്ണമായും ഇപ്പോൾ ഇവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വാഹനഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് തന്നെ പൂച്ചയെ പിടികൂടുകയാണ്. എല്ലാവരും വലിയ കൗതുകത്തോടെ തന്നെ നോക്കിക്കുകയാണ്. ഉടൻ തന്നെ പൂച്ചയെ പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇവിടെ വരുന്ന ആളുകളും ഈ ബസ്സിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, ജോലി കഴിഞ്ഞൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ വാഹനവും ഒരു ഭാഗത്തൂടെ കടത്തിവിടുന്നുണ്ട്. ഇവിടെ വീതിയുള്ള റോഡാണ് ഈ ഒരു ഭാഗത്ത്, മെട്രോ സ്റ്റേഷനായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു വാഹന ഗതാഗത കുരുക്ക് അനുഭവപ്പെടാതെ തന്നെ വാഹനം നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ മെട്രോ തൂണിൻ്റെ മുകളിലെത്തി. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ മെട്രോ തൂണിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിന്നും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അത്ര നിസ്സാരമായ കാര്യമല്ല. നല്ല ഉയരത്തിലാണ് ആ മെട്രോ തൂണിൻ്റെ മുകളിൽ അദ്ദേഹം കയറി നിന്നുകൊണ്ട് അവരുടെ കയ്യിലൊരു വലയുണ്ട്. ആ വല കൊണ്ട് പൂച്ചയെ പിടിക്കാനുള്ളൊരു നീക്കം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കയറുന്ന അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വല ഉപയോഗിച്ചുകൊണ്ട് പൂച്ചയെ പിടിക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പൂച്ചയെ പിടിക്കാൻ കഴിയും. പൂച്ചയെ കണ്ടെത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വല വീശിക്കൊണ്ട് തന്നെ പൂച്ചയെ പിടിക്കുവാനുള്ള ശ്രമം ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുന്നു. 4 ഉദ്യോഗസ്ഥരാണ് മുകളിലേക്ക് പോകുന്നത്. അതിലൊരു ഉദ്യോഗസ്ഥൻ ആ മെട്രോ തൂണിന് മുകളിലേക്ക് അദ്ദേഹം ആ ഒരു സ്പേസിലേക്ക് അദ്ദേഹം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പൂച്ചയെ അവിടെ വെച്ച് കണ്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.